ചാനൽ യുദ്ധങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെയൊന്നും ആദ്യമാണ് കാണുന്നത്. സ്വന്തം പാളയത്തിൽ തന്നെ പടയെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ അത് കണ്ടു. ഏത് മുതലാളിയായാലും പണി പശുവുംപാലിൽ കിട്ടുമെന്ന് ഇനിയെങ്കിലും ഓർത്തിരുന്നാൽ നന്ന്. ഇത് പറയാൻ കാരണം, റിപ്പോർട്ടർ ചാനലിൽ നിന്ന് 4 ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് ഏഷ്യാനെറ്റിലേക്ക് മുതലാളി റാഞ്ചിയെടുത്ത ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് മുതലാളിക്ക് കൊടുക്കുന്ന 8ന്റെ പണി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. 4 ആഴ്ചയായി 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഏഷ്യാനെറ്റിന് ഉണ്ണിയുടെ ചതി കനത്ത പ്രകരമായി. BJP അധ്യക്ഷനായ ശേഷം ഏഷ്യാനെറ്റിലെ BJP വിരുദ്ധത കുറയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു മുതലാളി രാജീവ് ചന്ദ്രശേഖർ. സിന്ധു സൂര്യകുമാറിന്റെ കുംഭമേള വിവാദം രാജീവ് ചന്ദ്രശേഖരന്റെ ഇടത്തെ കർണത്ത് കിട്ടിയ അടിയായിരുന്നെങ്കിൽ ഉണ്ണിയുടെ അടി വലത്തെ കർണത്തായി. ദേശാഭിമാനി വാരികയിൽ ഉണ്ണി ബാലകൃഷ്ണൻ എഴുതുന്ന ജനാധിപത്യം കൊല ചെയ്യപ്പെട്ട 11 വർഷങ്ങൾ എന്ന മോദി ഭരണവിരുദ്ധ ലേഖന പരമ്പരയാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. മോദി സർക്കാരിൽ മന്ത്രിയായിരുന്ന സ്വന്തം മുതലാളിക്ക് കൂടി ബാധകമാകുന്നതല്ലേ ഉണ്ണിയുടെ വിമർശനം എന്നതാണ് ഉയരുന്ന ചോദ്യം. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പൊങ്കാല നടക്കുക, ഭയങ്കര പൊങ്കാലയാണ്. മോദി ഭരണം ഫാസിസത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് ഉണ്ണി ലേഖനത്തിൽ വാദിക്കുന്നത്. ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് സ്ഥാപന ചട്ടങ്ങൾ പ്രകാരം ജീവനക്കാർ മറ്റു പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുന്നതിന് വിലക്കുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ മുൻപ് ലേഖനം എഴുതിയതിന്റെ പേരിലാണ് മാധ്യമപ്രവർത്തകൻ C. അനൂപിനെ ഏഷ്യാനെറ്റ് അന്ന് പിരിച്ചുവിട്ടത്. ഉണ്ണിയുടെ ദേശാഭിമാനി ലേഖന പരമ്പരയെ രാജീവ് ചന്ദ്രശേഖറും ഏഷ്യാനെറ്റ് മാനേജ്മെന്റും എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് കണ്ടറിയാം. രാജീവ് ചന്ദ്രശേഖറിന് ഇത് തന്നെ കിട്ടണം. വലിയ മുതലാളിത്ത സാമ്രാജ്യത്വത്തിന്റെ അധിപനല്ലേ. പോരാഞ്ഞ മുതലാളിത്തത്തെ ലാളിക്കുന്ന ഭരണകൂടത്തിന്റെ പ്രതിനിധിയും. ഇങ്ങനെ പോയാൽ ഒന്നുകിൽ രാജീവ് ചന്ദ്രശേഖർ പുറത്താകും, അല്ലെങ്കിൽ BJP പുറത്താക്കും. എന്നാൽ ചോദിക്കും, ഏഷ്യാനെറ്റ് BJP ചാനലാണോ എന്ന്. അതല്ലെന്ന് തെളിയിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ പെടാപ്പാട് വിടുന്നത്. BJPക്ക് സ്വന്തം ചാനലുകളും പത്രവും ഒക്കെ ഉണ്ട്. ഏഷ്യാനെറ്റ് ഒരിക്കലും BJP സംഘപരിവാർ സംഘടനകളുടെ പിന്തുണയിലല്ല പ്രവർത്തിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ സ്വന്തം പണം കൊടുത്താണ് ചാനൽ സ്വന്തമാക്കിയത്. അത് BJPക്ക് വേണ്ടിയല്ല. അതിൽ ജോലി ചെയ്യുന്നവരെല്ലാം BJPക്കാരുമല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉണ്ണിയെ ഒന്നും ചെയ്യാൻ ഒക്കെയല്ല. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ കളിക്കുന്നത്.